നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവ കള്ളന്മാർ. വടക്കൻ പറവൂരിലെ മോഷണശ്രമം നടത്തിയത് കുറുവ സംഘമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആലുവ റൂറൽ എസ്.പി. വൈഭവ് സക്സേന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ അന്വേഷണത്തിനായി പുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മോഷണം നടന്ന ചേന്ദമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തി. അതേസമയം ആലപ്പുഴ മണ്ണാഞ്ചേരിയിലെ പിടിയിലായ സന്തോഷിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ആജ്ഞ രവീന്ദ്രനുമൊപ്പം ശരണ്യ സ്നേഹജനും ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, വിശദാംശങ്ങൾ. സൂചിപ്പിച്ചതുപോലെ ഇവിടെ എസ് ജയകൃഷ്ണൻ, അതായത് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് കേസുകൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഡ്രോൺ ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ് കേസിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഉൾപ്പെടെ ആളുകൾ കൂടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ നിരീക്ഷണ ക്യാമറകളും അവിടുത്തെ നിരീക്ഷണ ക്യാമറകളും പോലീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് പെട്രോളിങ്ങും അവിടെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറുവ സംഘാംഗങ്ങളുടെ മോഷണ രീതി തന്നെയാണ് ഈ പിടിയിലായ ആളുകൾ അല്ലെങ്കിൽ ഈ 2 സ്ഥലങ്ങളിൽ മോഷണം നടന്നിടത്തും ലഭിച്ചുള്ള CCTV ദൃശ്യങ്ങൾ അത്തരത്തിലാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റൊരു സാഹചര്യം കൂടി, 10 മോഷണശ്രമം നടന്നിട്ട് പോലും ഈ 10 ഒരു സാധനവും, അതായത് വിലപ്പെട്ട ഒരു സാധനവും മോഷണം പോയിട്ടില്ല എന്നൊരു സാഹചര്യം കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കുറുവ സംഘാംഗങ്ങൾ അപകടകരമായ രീതിയിൽ അല്ലെങ്കിൽ അങ്ങേയറ്റം ആക്രമണ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ കൊന്നും അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടത്തിയുമൊക്കെ മോഷണം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കുറുവ സംഘാംഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ, കുറുവ സംഘം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഭീതിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത്തരത്തിലൊരു സാഹചര്യം ആലപ്പുഴയായാലും ഈ കൊച്ചിയിലെ നോർത്ത് പറവൂരിൽ നടന്ന മോഷണശ്രമങ്ങളിലായാലും കണ്ടിട്ടില്ല, നടന്നിട്ടില്ല എന്നൊരു സ്ഥിരീകരണത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ കുറുവ സംഘങ്ങളാണോ ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ ഇനിയും പോലീസിന് വ്യക്തത വരാനുണ്ട്. പക്ഷെ കുറുവ സംഘാംഗങ്ങൾ നടത്തുന്ന മോഷണ രീതികളെ പറ്റി കൂടുതൽ അവെയറായിരിക്കാൻ പോലീസ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം പകൽ നടന്ന ആളുകൾ കുറവുള്ള വീടുകൾ, അംഗബലം കുറവുള്ള വീടുകൾ, അല്ലെങ്കിൽ പിൻവാതിലിനൊക്കെ ബലക്കുറവുള്ള വീടുകൾ, ഇതൊക്കെ കച്ചവട സാമഗ്രികളുമായൊക്കെ വീടുകളിലെത്തിയും അല്ലാതെയും ഒക്കെ ജോലി അന്വേഷിച്ച് വീടുകളിലെത്തിയും ഒക്കെ ഇത് ഉറപ്പിക്കുകയാണ് ഇവർ ആദ്യം ചെയ്യുക. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങളിലേക്ക്, വലിയ മോഷണ രീതികളിലേക്ക് കടക്കുന്നത്. അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ശബരിമല സീസൺ ഇവരെ പ്രത്യേകിച്ച് എടുക്കുന്നുണ്ട്. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമല സീസണിൽ അയ്യപ്പന്മാർ കൂടുതൽ വരുന്ന സാഹചര്യമായതുകൊണ്ട് ഇവരൊന്നും പരിശോധനയ്ക്ക് വിധേയമാക്കുക സാധ്യമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, കൂടുതൽ പോലീസുകാരെയും ശബരിമല ഡ്യൂട്ടിക്ക് വിന്യസിക്കുന്നതിൽ പോലീസിന്റെ ഒരു അഭാവം കൂടി മുതലെടുക്കുന്നുണ്ട്, കണക്കിലെടുക്കുന്നുണ്ട്. ഇത്തരം സംഘങ്ങൾക്ക് ഈ മോഷണ ശ്രമത്തിന് കേരളത്തിലെത്താനെന്നുകൂടി ഒരു പോലീസ് നിരീക്ഷണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം, ഈ ഒരു സീസണിൽ കുറുവ സംഘങ്ങൾ ഇറങ്ങുന്ന മുൻ എക്സ്പീരിയൻസുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് കുറുവ സംഘമാണോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്നത്. എന്തായാലും ആലുവ റൂറൽ എസ്.പി. വൈഭവ് സക്സേന കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ കുറുവ സംഘാംഗങ്ങളാണോ മോഷണം നടത്തിയെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് തന്നെ ഉള്ള നിലപാടിൽ തന്നെയാണ്. കുറുവ സംഘങ്ങളാണ് എന്നുള്ള സ്ഥിരീകരണത്തിൽ പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. ഈ മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള അവരുടെ അന്വേഷണ രീതികൾ അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. എന്തായാലും റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചാണ്, അതായത് പിടിക്കപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് ഇത്തരം സംഘാംഗങ്ങൾ താമസമാക്കാറുള്ളത് എന്നൊരു നിരീക്ഷണം കൂടി പോലീസിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഇത്തരം ഏരിയകളിലും കൂടുതൽ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, കൂടുതൽ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട നോർത്ത് പറവൂരിലെ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ശരണ്യ സ്നേഹജനും കൂടി ചേരുന്നു. ശരണ്യ, ഈ ആലപ്പുഴയിൽ പിടിയിലായ സന്തോഷിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുകയാണ്. സന്തോഷിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ ഈ കേസിന്റെ കൂടുതൽ ചുരുളഴിയുകയുള്ളൂ. ഈ സന്തോഷിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം മറ്റ് വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കണമെങ്കിൽ കസ്റ്റഡിയിൽ ലഭിച്ചേ മതിയാകൂ. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും സന്തോഷ് സാധാരണഗതിയിൽ കുറുവ സംഘാംഗങ്ങളെ ചോദ്യം ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവരിൽ നിന്ന് വിവരങ്ങൾ തേടുക. ക്ഷമിക്കണം.
അതേ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ സന്തോഷിനെ ചോദ്യം ചെയ്ത ഘട്ടത്തിലും പോലീസ് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ മറുപടി പറയാനായി സന്തോഷ് കൂട്ടാക്കുന്നില്ല. വളരെ ശ്രമകരമായിരുന്നു ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടുക. അപ്പം മാത്രമല്ല, ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം വളരെ കുറഞ്ഞ സമയം മാത്രമേ മണഞ്ചേരി പോലീസിന് ലഭ്യമായിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്യുകയാണ്. അതിനുശേഷം ഇയാൾ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമേ കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസിന് എത്താൻ കഴിയൂ. 14 അംഗ സംഘം ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. മാത്രമല്ല, ഈ സന്തോഷിനൊപ്പം മണ്ണഞ്ചേരിയിൽ എത്തിയത് കൂടെ കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനല്ല. അയാളെ ഇന്നലെ തന്നെ പോലീസ് വിട്ടയച്ചിരുന്നു. മറിച്ച് ഈ മറ്റൊരാൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും അയാളെ സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭ്യമായിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ഇനി സന്തോഷിൽ നിന്ന് തന്നെ തേടേണ്ടതായുണ്ട്. ഒപ്പം തുറവൂരും തൂക്കുകുളത്തും അടക്കമുള്ള മേഖലകളിൽ എത്തിയവർ ആരാ എന്നതിനെ സംബന്ധിച്ചുമൊക്കെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. എല്ലാം പല സംഘങ്ങളാണ് എന്നുള്ള കണക്കുകൂട്ടലിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആലപ്പുഴ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും മണ്ണഞ്ചേരി പോലീസ്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അന്യസംസ്ഥാന മോഷ്ടാക്കളുടെ കേരളത്തിലെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി പോലീസ് കണക്ക്. കഴിഞ്ഞ 4 വർഷത്തിനിടെ അന്യസംസ്ഥാനക്കാർ ഉൾപ്പെട്ട 1378 മോഷണങ്ങൾ സംസ്ഥാനത്ത് നടന്നു. ഇതിൽ 1325 സംഭവങ്ങളിലെയും പ്രതികളെ പിടികൂടാനായി. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് സമർപ്പിച്ച കണക്കനുസരിച്ച് ഓരോ വർഷവും ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. 2021 192 കേസുകളായിരുന്നുവെങ്കിൽ 2023 ആയപ്പോഴേക്കും എണ്ണം 519 വർദ്ധിച്ചു. ഈ വർഷം സെപ്റ്റംബർ വരെ അന്യസംസ്ഥാനക്കാർ ഉൾപ്പെട്ട കേസുകളുടെ എണ്ണം 307 ആണ്. കേസുകളിൽ ഭൂരിഭാഗത്തിലും പ്രതികൾ തമിഴ്നാട് സ്വദേശികളാണെന്നും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വ്യക്തമാക്കുന്നുണ്ട്.